VC നിയമനത്തിൽ സമവായം വേണം. തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്ന് ഗവർണറോട് മന്ത്രിമാർ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സർക്കാർ ഗവർണർ പോരിൽ മഞ്ഞുരുകുമോ? ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിൽ VC നിയമനത്തിൽ സമവായം വേണമെന്ന് മന്ത്രിമാർ. താൽക്കാലിക VCമാരുടെ പുനർനിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമെന്ന് രാജ്ഭവന്റെ മറുപടി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലർ ഇറക്കി രജിസ്ട്രാർ മിനി കാപ്പൻ. ഭരണകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് നിർദ്ദേശം. ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച്. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം പേർ. പ്രതിഷേധവുമായി DMK. ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസമുണ്ടായെന്ന് കണ്ടെത്തൽ. ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം നാളെ കേൾക്കും. നടപടിയുണ്ടായാൽ എതിർക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. പ്രൊഫസർ MK സാനുവിന് വിട നൽകാൻ സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുന്നു. ആദരമർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ. കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരുഗോപാൽ അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് 80-ാം വയസ്സിൽ. വിടവാങ്ങിയത് രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം ചികിത്സാ ഫീസ് വാങ്ങി സേവനമനുഷ്ഠിച്ച വിശിഷ്ട വ്യക്തിത്വം. സംസ്കാരം പയ്യാമ്പലത്ത്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടത്തുന്നതിനെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് നാണക്കേടെന്ന് വിമർശനം. ഇന്ത്യ പാക് മത്സരം സെപ്റ്റംബർ 14 ദുബായിൽ. സർവകലാശാലകളിലെ ഭരണപ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവുമായി മന്ത്രിമാരായ R ബിന്ദുവും P രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുള്ള അതൃപ്തിയും കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയും ഗവർണറെ ധരിപ്പിച്ചു. പരിശോധിച്ച് തുടർ ഇടപെടൽ നടത്താമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിൽ പോരുമുറുകുന്ന സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചത്. രാവിലെ 8:30 ആരംഭിച്ച കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. മന്ത്രി R ബിന്ദുവും P രാജീവും ഗവർണറും മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാരായി സർക്കാർ നൽകിയിട്ടുള്ള പട്ടികയിൽ നിന്നുള്ളവരെ അംഗീകരിക്കണമെന്ന ആവശ്യം മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കങ്ങളും ഗവർണറെ ധരിപ്പിച്ചു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്ന് മന്ത്രിമാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. ചൂണ്ടിക്കാട്ടിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവർണർ മന്ത്രിമാരെ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ സിസ തോമസിനെയും K ശിവപ്രസാദിനെയും താൽക്കാലിക VCമാരായി നിയമിച്ചുകൊണ്ട് ഗവർണർ ഉത്തരവിറക്കിയത്. മറ്റു സർവകലാശാലകളിലും VCമാരെ നിയമിക്കാനുള്ള നീക്കത്തിലാണ് ഗവർണർ. ഇതിനായി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും മന്ത്രിതല തീരുമാനത്തിന് ശേഷം പോയാൽ മതിയെന്നായിരുന്നു സർക്കാർ നിലപാട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സിൻഡിക്കേറ്റിനെതിരെ നിലപാട് കടുപ്പിച്ച് VC. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് ജീവനക്കാരെ വിളിച്ചു വരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും അധികാരമില്ലെന്ന് വ്യക്തമാക്കി നോട്ടീസ് പുറത്തിറക്കി. VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതേസമയം നോട്ടീസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ ശക്തമായ നടപടികളുമായി വൈസ് ചാൻസലർ രംഗത്ത്. സർവകലാശാല ഭരണത്തിൽ ഇടപെടാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് VCക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പൻ നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജീവനക്കാരെ വിളിച്ചുവരുത്താനും നിർദ്ദേശങ്ങൾ നൽകാനും സിൻഡിക്കേറ്റിന് അവകാശമില്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഫയലുകൾ വിളിച്ചുവരുത്താൻ പാടില്ലെന്നും നോട്ടീസിൽ പറയുന്നു. അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ മാത്രമേ അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ നൽകാനും പാടുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളിൽ VCയുടെ അനുമതിയോടുകൂടി മാത്രം തീരുമാനമെടുക്കണം. അംഗങ്ങളുടെ സമൻസുകൾക്കും നിർദ്ദേശങ്ങൾക്കും ജീവനക്കാർ മറുപടി നൽകേണ്ട എന്ന നിർദ്ദേശവും നോട്ടീസിലുണ്ട്. അത്തരത്തിൽ ഇടപെടലുകൾ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ VC അറിയിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു. വൈസ് ചാൻസലറുടെ നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗം അലങ്കോലപ്പെട്ടതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ മിനി കാപ്പൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. VCയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു പരാതി നൽകിയത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ വൈസ് ചാൻസലർ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത്.
അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർവകലാശാല വിഷയത്തിൽ ഇനി താൻ പ്രതികരിക്കുന്നത് ശരിയല്ലെന്ന് കേരളത്തിന്റെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എല്ലാവരും നിയമത്തെ ബഹുമാനിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എല്ലാ കാലത്തും കേരളത്തോട് സ്നേഹം മാത്രമാണുള്ളതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. Very much. I have gone from Kerala, but Kerala will never go away from me. That's why you come here for this visit? Yes, and I will come again. Sir, one more question. Yeah. Now Kerala is facing again VC and syndicate issues. It will not be proper for me to make any comment. I only wish that we all respect law. Sir, how many days in ബീഹാർ വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് വെള്ളിയാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ DMK കോൺഗ്രസ് സഖ്യം രംഗത്തെത്തി. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച ബീഹാറിലെ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആരോപണം. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ വെള്ളിയാഴ്ചത്തെ പ്രതിഷേധ മാർച്ച്. പാർലമെന്റിൽ നിന്നാണ് മാർച്ച് തുടങ്ങുക. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വ്യാഴാഴ്ച രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്ത്യ സഖ്യം യോഗം ചേരും. ജനാധിപത്യ വിരുദ്ധ നീക്കം നടത്തി ജനങ്ങളുടെ വോട്ടവകാശം എടുത്തു കളയാനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. കരട് പട്ടികയിലേക്കുള്ള നിർദ്ദേശങ്ങളും ശുപാർശകളുമൊക്കെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ നൽകിയിരുന്നുവെങ്കിലും അതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചില്ല. എന്തായാലും കരട് പട്ടിക പുറത്തുവന്നതോടെ തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തിനുള്ള ചർച്ചകളിൽ നിന്ന് ഇന്ത്യ സഖ്യം പിന്നോട്ടു പോയിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെ ഒരു മാസം മുഴുവൻ കരട് വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകൾ, ഒഴിവാക്കലുകൾ, തിരുത്തലുകൾ എന്നിവ സംബന്ധിച്ച് ആക്ഷേപം സമർപ്പിക്കാം. മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം സെപ്റ്റംബർ 30 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലും വിവാദം പുകയുകയാണ്. ബീഹാറിൽ നിന്നുള്ള 6.5 ലക്ഷം വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിനെതിരെ DMK കോൺഗ്രസ് കക്ഷികൾ രംഗത്തെത്തി. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതെന്ന് DMK ആരോപിച്ചു. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് സ്വന്തം സർക്കാരിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അട്ടിമറിക്കുന്നതായി P. ചിദംബരം MP കുറ്റപ്പെടുത്തി. തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലുള്ള ബീഹാറുകാർ സ്ഥിരമായി മേൽവിലാസം മാറ്റിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് എങ്ങനെയെന്നും P. ചിദംബരം ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഹിയറിംഗ് നാളെ. വകുപ്പുതല അന്വേഷണങ്ങളുടെ ഭാഗമായാണ് ഹിയറിംഗ്. കാരണം കാണിക്കൽ നോട്ടീസിനും ഹാരിസ് ചിറക്കൽ മറുപടി നൽകും. ഡോക്ടർ ഹാരിസിന്റെ ആക്ഷേപങ്ങളെ പൂർണ്ണമായും ശരിവെക്കുന്നതാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായെന്ന ആരോപണം മന്ത്രി വീണ ജോർജ് ഉന്നയിച്ചത്. ഉപകരണങ്ങൾ കാണാതായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ വകുപ്പുതല അന്വേഷണ ചുമതല മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിശ്വനാഥിനാണ്. DMEയുടെ നേതൃത്വത്തിൽ ഉപകരണം കാണാതായതും കേടുവരുത്തിയതും അടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുക. 2 ദിവസത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹിയറിംഗിനെത്തും. ഒപ്പം കാരണം കാണിക്കൽ നോട്ടീസിനും മറുപടി നൽകും. അതേസമയം ഡോക്ടർ ഹാരിസിന്റെ ആക്ഷേപങ്ങളെല്ലാം പൂർണ്ണമായും ശരിവെക്കുന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഉപകരണമില്ലാത്തതിനാൽ ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ വിദ്യാർത്ഥി ഉൾപ്പെടെ 2 പേരുടെ ശസ്ത്രക്രിയകൾ മുടങ്ങി. ഉപകരണങ്ങൾ പിരിവിട്ട് വാങ്ങുന്നുവെന്ന് രോഗികൾ സമിതിയോട് വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ശസ്ത്രക്രിയാ ഉപകരണമായ പ്രോബ് പൊട്ടിപ്പോയതിനാൽ 2 ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചെന്നും വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നു. ഡോക്ടർ ഹാരിസിന് നൽകിയ മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രോബ് ഉണ്ടായിരുന്നതായും അതുപയോഗിച്ച് അടുത്ത ദിവസം ശസ്ത്രക്രിയ നടത്തിയതായും കുറ്റം ആരോപിക്കുന്നുണ്ട്. എന്നാൽ തന്റെ വില കുറഞ്ഞ സ്വന്തം ഉപകരണമാണ് ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ചതെന്ന് ഡോക്ടർ സാജു മൊഴി നൽകിയതായി വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗികളിൽ നിന്നും പണം പിരിച്ച് ഉപകരണങ്ങൾ വാങ്ങുന്ന രീതി അവസാനിപ്പിക്കണം, സൂപ്രണ്ടിന്റെ സാമ്പത്തിക അധികാരങ്ങൾ വർദ്ധിപ്പിക്കണം തുടങ്ങി നിരവധി ശുപാർശകളും വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചു. ഡോക്ടർ ഹാരിസിന്റെ ഉദ്ദേശം നല്ലതാണെങ്കിലും പരസ്യ പ്രതികരണം നടത്തിയത് ചട്ടലംഘനമാണെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രൊഫസർ MK സാനുവിന് വിട നൽകാൻ സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരമർപ്പിച്ചു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ നടത്തും. ശ്രീജിത്ത് നായരുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പതിറ്റാണ്ടുകളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അധ്യാപന കാലം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയാണ്. എത്രത്തോളം ജനസഞ്ചയമാണ് അവിടെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നത്? ഒപ്പം സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി.
അഖില, നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ സാനുമാഷിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ടൗൺ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാഴ്ചകൾ തന്നെ കാണാം. ഇവിടെ ആളുകൾ ഇപ്പോഴും തിങ്ങിക്കൂടിയിരിക്കുകയാണ്. 10 മണി മുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിരുന്നു. കാരണം രാവിലെ ആശുപത്രിയിൽ നിന്ന് 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സന്ധ്യ എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കാരക്കാമറയിലെ വീട്ടിലെത്തിച്ച് 1 മണിക്കൂർ നേരം അവിടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് ടൗൺ ഹാളിൽ എത്തിച്ചത്. ടൗൺ ഹാളിൽ വലിയൊരു ജനാവലി അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. നിരവധി പ്രമുഖർ, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം KC വേണുഗോപാൽ, MV ഗോവിന്ദൻ, മന്ത്രിമാരായ P രാജീവ്, K രാജൻ, ബിന്ദു, ഒപ്പം BN വാസവൻ, അങ്ങനെ എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. ഇന്നലെയും സമാനമായൊരു സാഹചര്യമായിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ ഈ ഒരു സാംസ്കാരിക രംഗത്ത് വലിയൊരു പ്രകാശ ചൈതന്യമായി നിലകൊള്ളുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരു കാര്യം മാത്രമാണുള്ളത്. VD സതീശനും അല്പം മുമ്പ് ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ ഇന്ന് വരെ അദ്ദേഹം ഒരു അധ്യാപകൻ, ഏറ്റവും മികച്ചൊരു അധ്യാപകനും കേരളത്തിലെ ഏറ്റവും മികച്ചൊരു പ്രഭാഷകനുമായിരുന്നു. നമുക്കറിയാം. എന്തായാലും അദ്ദേഹം വിടവാങ്ങുകയാണ്. അല്പസമയം കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പൊതുദർശനത്തിന് ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടുകൂടി ഇവിടെ നിന്ന് കൊണ്ടുപോയി രഘുപുരത്തെ ശ്മശാനത്തിലാണ് ഔദ്യോഗിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നിർവഹിക്കുക. ഇന്നലെ വൈകിട്ട് 5:35 അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. 25-ാം തീയതി വീട്ടിൽ തെന്നി വീണ് അദ്ദേഹത്തിന് എല്ലിന് പരിക്കേറ്റിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ന്യൂമോണിയയും ശ്വാസതടസ്സം ഉണ്ടാകുകയും അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. 98 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സദസ്സുകൾ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അഖില, ശ്രീജിത്ത് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ MK സാനുവിനെ അനുസ്മരിക്കും. ഗുരുതുല്യനായ ആളാണ്. അന്നു മുതൽ ഇന്ന് വരെ, ഈ വേർപാടിൻ്റെ നിമിഷം വരെ ഉള്ളിൽ ഞങ്ങളോടെല്ലാം വാത്സല്യം ഓടിച്ചൊരിഞ്ഞു വന്നിട്ടുള്ള ഞങ്ങളുടെ ഗുരുനാഥനാണ് സാനുമാഷ്. എപ്പോഴും സംസാരിക്കുകയും ഒരുപാട് പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ദീർഘകാലത്തെ അനുഭവമുണ്ട്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്, എനിക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ 1 പ്രഭാഷകൻ അദ്ദേഹം. നമുക്കെല്ലാം ഓരോ മലയാളിക്കും ഒരു സ്വകാര്യ അഹങ്കാരമാണ് യഥാർത്ഥത്തിൽ MK സാനുമാഷ്. ഞങ്ങളോടെല്ലാം വ്യക്തിപരമായിട്ട് എടുക്കുന്ന നിലപാട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. മലയാള സാഹിത്യ തറവാട്ടിലെ ഏറ്റവും മുതിർന്ന കാരണവരിൽ ഒരാളായിട്ടുള്ള സാനുമാഷ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിമർശന സാഹിത്യങ്ങളും സാഹിത്യ മേഖലയിലെ സംഭാവനയും നമ്മുടെ ഭാഷയെ ഉജ്ജ്വലമായിട്ടുള്ള പദത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളതാണ്. ചങ്ങമ്പുഴ കവിതകളുടെ യഥാർത്ഥ വിമർശനം നക്ഷത്രങ്ങളുടെ സ്നേഹപാചനത്തിലൂടെ നമ്മളെല്ലാം വായിച്ച് അനുഭൂതിദായകമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് പോയതാണ്. ഈ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു മുദ്രാവാക്യമെന്നാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. അത് വലിയൊരു സന്ദേശമായിട്ട് തോന്നുകയാണ്. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള എല്ലാ മേഖലകളിലും രാഷ്ട്രീയക്കാരാണ്, പക്ഷേ കക്ഷി രാഷ്ട്രീയങ്ങളില്ലാത്തൊരു മനുഷ്യനാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. പക്ഷേ രാഷ്ട്രീയം കടർത്തായി എന്താണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മനസ്സിലാകുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് ഇൻറ്ററാക്ഷനിൽ തന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈർ പോലീസ് പിടിയിൽ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണം കൈവശം വെച്ചതിനും ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനും കുന്നമംഗലം പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. അതേസമയം സഹോദരൻ പിടിയിലായതോടെ PK ഫിറോസിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ഇന്നലെ രാത്രിയാണ് കുന്നമംഗലം ചൂലാംവയലിൽ വെച്ച് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ ഭാഗത്ത് ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുന്നമംഗലം പോലീസ് സ്ഥലത്തെത്തിയത്. തുടർന്ന് പ്രദേശത്ത് വെച്ച് സംശയകരമായ സാഹചര്യത്തിൽ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധനയിൽ ഇയാളിൽ നിന്നും മെത്തഫിറ്റാമിൻ കണ്ടെടുക്കുകയും ചെയ്തു. അതിനിടയിലാണ് PK ബുജൈർ സ്ഥലത്തെത്തി പ്രശ്നത്തിൽ ഇടപെട്ടത്. പോലീസുമായി ആദ്യം വാക്കേറ്റവും പിന്നീട് പോലീസുകാരനെ മർദ്ദിച്ചുവെന്നുമാണ് വിവരം. ഇതോടെ ബുജൈറിനെയും റിയാസ് എന്ന യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും PK ബുജൈറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ബുജൈറിന്റെ കയ്യിൽ നിന്നും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ഉപകരണം
കാരണം കണ്ടെത്തിയിട്ടുണ്ടെന്നും വിവരമുണ്ട്. അതേസമയം സഹോദരൻ പിടിയിലായതോടെ PK ഫിറോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾ നിറയുകയാണ്. ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ PK ഫിറോസ് ഇട്ട പോസ്റ്റുകൾ കുത്തിപ്പൊക്കിയാണ് ട്രോളുന്നത്. ബിനീഷ് കോടിയേരിയും PK ഫിറോസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. പത്തനംതിട്ട പുല്ലാട് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പുല്ലാട് സ്വദേശി ശ്യാമയാണ് മരിച്ചത്. ശ്യാമയുടെ അച്ഛൻ ശശിക്കും ശശിയുടെ സഹോദരി രാധാമണിക്കും കുത്തേറ്റു. ഇരുവരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിനു ശേഷം പ്രതി അജി ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പ്രതിയായ അജി ഭാര്യ വീട്ടിലെത്തി ശ്യാമയെ ആക്രമിച്ചു. പിടിച്ചുമാറ്റാനെത്തിയ ശ്യാമയുടെ അച്ഛൻ ശശിയെയും അച്ഛന്റെ സഹോദരി രാധാമണിയെയും കുത്തി. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വയറ്റിൽ ആഴത്തിൽ മുറിവേറ്റ ശ്യാമ അർദ്ധരാത്രിയോടെ മരിച്ചു. ശ്യാമയുടെ അച്ഛൻ ശശി, പിതൃസഹോദരി രാധാമണി എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പത്തനംതിട്ട കവിയൂർ സ്വദേശിയാണ് പ്രതിയായ അജി. പുല്ലാടുള്ള ഭാര്യ വീട്ടിലായിരുന്നു താമസം. നേരത്തെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കുടുംബകലഹവുമായി ബന്ധപ്പെട്ട് അജിക്കെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. വീട്ടിൽ വഴക്ക് പതിവാണെന്ന് നാട്ടുകാരും പറയുന്നു. ഭാര്യയും ഭർത്താവും വഴക്കാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ വഴക്കുണ്ടായ അങ്ങനെയുണ്ടായ പിള്ളേർ കിടന്ന് നിലവിളിക്കുക. അതുകൊണ്ട് പിന്നെ ഇത് അങ്ങനെ ആരും ചെയ്യത്തില്ല. പിന്നെ കുത്തുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും വന്നപ്പോഴേക്കും ഓരോരുത്തർ വണ്ടിയൊക്കെ എത്തി കൊഞ്ചിരിക്കുന്നുണ്ട്. മൂവരെയും കുത്തിയ ശേഷം പ്രതി അജി സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. വീടിനു പിന്നിലെ റബ്ബർ തോട്ടത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസ് നിഗമനം. നാട്ടുകാരും പോലീസും ചേർന്ന് ഇന്നലെ രാത്രി ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും അജിയെ കണ്ടെത്താനായില്ല. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കോയിപ്പുറം പോലീസ് അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആലപ്പുഴ ഹരിപ്പാട് സ്കൂളിൽ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നേരെ അധ്യാപിക ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി രക്ഷിതാക്കൾ. പള്ളിപ്പാട് MSCL സ്കൂളിലാണ് സംഭവം. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഗ്രേസി കുട്ടിയാണ് സ്കൂളിലെ 2 കുട്ടികൾക്ക് നേരെ ജാതി അധിക്ഷേപവും നിറത്തിന്റെ പേരിൽ വിവേചനവും കാണിച്ചത്. കുട്ടികളെ ഇവർ ഉപദ്രവിക്കാറുണ്ട് എന്നും കറുത്തവരെ ഇഷ്ടമല്ലെന്നും കറുത്തവരെ പഠിപ്പിക്കില്ല, ജാതിയിൽ താഴ്ന്ന നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവഹേളിക്കാറുണ്ട് എന്നും കുട്ടിയുടെ മാതാവ് ശാലിനി അമൃത വാർത്തയോട് പറഞ്ഞു. മറ്റു കുട്ടികളുടെ കൂടെ കളിക്കാനോ മറ്റ് അധ്യാപകരോടും കുട്ടികളോടും മിണ്ടാനോ ഇവരെ അനുവദിക്കുന്നില്ല എന്നും കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് ചേരുകയാണ്. അജയ്, നമ്മൾ ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകളുള്ള നാട്, ഒരുപക്ഷെ സാമൂഹികമായൊക്കെ വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം എന്നാണ് വിലയിരുത്തുന്നത്. ആ സമൂഹത്തിലാണ് ഒരു അധ്യാപിക ഇത്തരത്തിൽ ചെറിയ കുഞ്ഞുങ്ങളോട്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തുന്നത്. എന്താണ് സംഭവം? ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ. അഖില, തീർച്ചയായും ഈ സാക്ഷര കേരളം, നവോത്ഥാന കേരളം എന്നെല്ലാം അവകാശപ്പെടുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന കേരളത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ വസ്തുത. മറ്റൊരു പ്രധാന കാര്യം, ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ഇത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ അഖിൽ സൂചിപ്പിച്ചത് തന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ പ്രായം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ കുരുന്ന പ്രായത്തിൽ തന്നെ കുട്ടികളോട് ഇത്തരത്തിലേക്കൊരു സമീപനം സ്വീകരിക്കുന്നത് അങ്ങേയറ്റം മോശകരമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രധാന അധ്യാപകൻ ഇത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിക്കുന്നു. മറ്റൊന്ന്, സ്കൂളിലെ മറ്റ് അധ്യാപകരോടും മറ്റു കുട്ടികളോട് പോലും മിണ്ടരുത്, അങ്ങനെ അത്തരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അവരെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വേറൊരു പ്രധാന കാര്യം, ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ സ്കൂളിലെത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിഷയം തിരക്കാൻ വേണ്ടി സ്കൂളിൽ എത്തുന്ന ഘട്ടത്തിൽ ധാർഷ്ട്യ സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗ്രേസി കുട്ടി എന്ന് പറയുന്ന പ്രധാന അധ്യാപകർ സ്വീകരിച്ചത്. അതായത് ഇനിയും ഞാൻ ഇവരെ മർദ്ദിക്കും, ഇനിയും ഇത്തരത്തിലേക്ക് നിലപാടുമായി മുന്നോട്ട് പോകും എന്ന തരത്തിലേക്കുള്ള ഒരു ധാർഷ്ട്യ സമീപനം ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പരാതിപ്പെടുവാൻ ഈ രക്ഷിതാക്കൾ തയ്യാറാകാതിരുന്നത് മറ്റ് അധ്യാപകർ ഇവരോട് അത്തരത്തിലേക്ക് പരാതിയുമായി മുന്നോട്ട് പോകരുത്, ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നുണ്ടാകില്ല എന്ന് അവർ ഉറപ്പുകൊടുത്തതിന്റെ പേരിലാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴും ആ സാഹചര്യം തുടരുന്ന സാഹചര്യം തന്നെയാണ്. ആ നിലവിൽ അതേ സാഹചര്യം തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ട്. ഈ കുട്ടികളോട് കറുത്ത കുട്ടികൾ നിറത്തിന്റെ പേരിൽ ഇവരെ ജാതി അധിക്ഷേപിക്കുന്നു. അതോടൊപ്പം തന്നെ ജാതിയിൽ താഴ്ന്ന ആളുകളെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാതി പേര് വിളിച്ചുകൊണ്ട് ഇവരെ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് കുരുന്ന് കുട്ടികളാണ്, ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് അത്തരത്തിലേക്ക് കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു തെറ്റായ ചിന്ത ഉണർത്തുമെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. അത്തരത്തിലേക്ക് ആ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പറഞ്ഞു നൽകേണ്ടുന്ന അധ്യാപികയുടെ ഭാഗത്തുനിന്നും, അതും സ്കൂളിലെ പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്നാണ് ഇത്തരത്തിലേക്ക് ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിലും ഈ നൂറ്റാണ്ടിലും ഈ ജാതിയുടെ പേരിൽ, ജാതിയുടെ
എല്ലാം പേരിൽ കുരുന്നുകൾക്ക് മുന്നിൽ ഇത്തരത്തിലേക്ക് സമീപിക്കുന്ന അധ്യാപകരെ ആ സ്കൂളിന് ആവശ്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലേക്കുള്ള നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഒരു കുട്ടികളെ 2 കുട്ടികൾക്കാണ് ഇത്തരത്തിലേക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർന്ന് പരാതിയുമായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. നിരന്തരമായി സ്കൂളിൽ കുട്ടികൾക്ക് നേരെ ഇത്തരത്തിൽ അധിക്ഷേപം ഉണ്ടാകുന്നു, അക്രമം ഉണ്ടാകും. കുട്ടികളെ മറ്റു കുട്ടികളോടൊപ്പം കളിക്കുവാനോ സംസാരിക്കുവാനോ മറ്റ് അധ്യാപകരോട് പോലും സംസാരിക്കുവാൻ ഈ പ്രധാന അധ്യാപികയായ ഗ്രേസിക്കുട്ടി എന്ന് പറയുന്ന ടീച്ചർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അനുമതി നൽകുന്നില്ല എന്ന തരത്തിലേക്കുള്ള വലിയ ജാതീയമായിട്ടുള്ള വലിയ ഒരു അധിക്ഷേപം നേരിടുന്ന ഒരു സാഹചര്യമാണ് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ വസ്തുത. ഇതിൽ അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുകയും നിയമ സംവിധാനങ്ങൾ ഇടപെടുകയും ഈ അധ്യാപികക്കെതിരെ നടപടി കാര്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമുക്കും ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അല്ല ശരി, അജയ് പറഞ്ഞതുപോലെ സാക്ഷര കേരളത്തിൽ ഇത് വലിയ അപമാനകരമായ സംഭവമാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു അധ്യാപിക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ആലുവ പാലത്തിന്റെ അറ്റകുറ്റപ്പണിയെ തുടർന്ന് സംസ്ഥാനത്തെ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം. പാലക്കാട് എറണാകുളം മെമു, എറണാകുളം പാലക്കാട് മെമു എന്നിവ റദ്ദാക്കി. ഗോരഖ്പൂർ തിരുവനന്തപുരം എക്സ്പ്രസ്, ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്, മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത്, തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എന്നീ ട്രെയിനുകൾ വൈകി ഓടുകയാണ്. കണ്ണൂർ ആലപ്പി എക്സിക്യൂട്ടീവ് 1.5 മണിക്കൂർ വൈകിയാണ് ഓടുന്നത്. കണ്ണൂരിലെ ജനകീയ ഡോക്ടർ AK രൈരുഗോപാൽ അന്തരിച്ചു. രോഗികളിൽ നിന്ന് 2 രൂപ മാത്രം ഫീസ് വാങ്ങാനായിരുന്നു ഡോക്ടർ സേവനം ചെയ്തിരുന്നത്. സംസ്കാരം പയ്യാമ്പലത്ത് നടത്തും. ഡോക്ടറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. അരനൂറ്റാണ്ടോളം 2 രൂപ മാത്രം ഫീസ് വാങ്ങി രോഗികളെ പരിശോധിച്ചിരുന്ന ഡോക്ടർ AK രൈരുഗോപാൽ കണ്ണൂരുകാരുടെ സ്വന്തം ഡോക്ടറായിരുന്നു. കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഡോക്ടർ. സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് സൗജന്യമായി നൽകിയിരുന്ന അദ്ദേഹം ആതുര ശുശ്രൂഷാ രംഗത്ത് എന്നും മാതൃകയായിരുന്നു. പണമുണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്ന അച്ഛൻ ഡോക്ടർ A ഗോപാലൻ നമ്പ്യാരുടെ വാക്കുകളായിരുന്നു അദ്ദേഹത്തിന് വഴികാട്ടിയായത്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും രോഗികളെത്തി. 2024 മെയ് 8 വരെ ഡോക്ടറുടെ വീടിന്റെ ഗേറ്റിൽ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടും വരെ ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തിക്കൊണ്ടേയിരുന്നു. ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല, അതുകൊണ്ട് രോഗികളെ പരിശോധിക്കുന്നത് നിർത്തുകയാണ് എന്ന ആ ബോർഡ് സാധാരണക്കാരെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാക്കിയത്. കൂലിപ്പണിക്കാരുടെയും തുച്ഛവരുമാനക്കാരുടെയും ജോലി മുടങ്ങാതിരിക്കാൻ തന്റെ പരിശോധനാ സമയം ക്രമപ്പെടുത്തിയ ഡോക്ടറെ ജനങ്ങൾ എങ്ങനെ മറക്കാനാണ്? ജീവിതം തന്നെ മാതൃകയാക്കിയ ഡോക്ടർക്ക് സ്നേഹത്തോടെ വിട നൽകുകയാണ് അവർ. ന്യൂസ് ഡെസ്ക്, അമൃത TV. മലയാളിയുടെ തിരിച്ചറിയൽ ശേഷിയെ കേരളത്തിലെ BJP വില കുറച്ചു കാണരുതെന്ന് A റഹീം MP. അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചവർ തന്നെ ജയിലിൽ നിന്ന് കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ പോയി നിൽക്കുന്നു. സേതുരാമയ്യർ CBIയിലെ ടൈലർ മണിയെ പോലെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിൽ BJP സർക്കാർ ആൾക്കൂട്ട വിചാരണ നടത്തി ജയിലിലടച്ചിരുന്ന 2 കന്യാസ്ത്രീകളുടെയും 19 വയസ്സുകാരനായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവാവ് സുഖുമായി മാണ്ഡവിയുടെയും ജയിൽ മോചനത്തെ BJP നേതൃത്വത്തെ വിമർശിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. നമുക്കിനി പോലീസും കോടതിയും വേണ്ട. വോട്ട് പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കും ആര് കുറ്റവാളിയാണ് ആരല്ല എന്നാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിന് പിന്നാലെയാണ് സ്വാമിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. മഞ്ചേരി മാതാമൃതാനന്ദമയി മഠത്തിന്റെ പുതിയ ആശ്രമ മന്ദിരത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ പുരോഗമിക്കുന്നു. മാതാമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ സ്വാമിയെ പൂർണ്ണകുംഭം നൽകി ആശ്രമത്തിലേക്ക് സ്വീകരിച്ചു. രാവിലെ 5 മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് മഹാധന്വന്തരി ഹോമത്തിനു ശേഷം മന്ദിരത്തിന്റെ പാൽകാച്ചൽ ചടങ്ങും സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. അതിനുശേഷം സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മഞ്ചേരി മഠാധിപതി സ്വാമിനി വരദാമൃത പ്രാണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഓവൽ ടെസ്റ്റിൽ ജയത്തിനായി ഇന്ത്യ പൊരുതുന്നു. 2ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടരുന്ന ഇംഗ്ലണ്ടിനെ എറിഞ്ഞൊതുക്കാനായാൽ ഇന്ത്യക്ക് ജയിക്കാം. ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത് 324 റൺസ് കൂടിയാണ്. ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് 396 റൺസിന് അവസാനിച്ചിരുന്നു. യശസ്വി ജയ്സ്വാളിന്റെ സെഞ്ചുറിയും ആകാശ്ദീപ്, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്.
ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നതിനെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്തെത്തി. സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAEയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാക് പോരാട്ടം 14 ദുബായിലാണ്. സൂപ്പർ 4ൽ ഇന്ത്യയും പാകിസ്ഥാനും കടന്നാൽ ഇരു ടീമുകളും 21 മുഖാമുഖമെത്തും. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.